ഞാനിന്ന് എല്ലാ ബ്രാൻഡിനും ഏറ്റവും ചീപ്പസ്റ്റ് ഐറ്റം വാങ്ങാൻ വേണ്ടി പോവാണ്. സ്റ്റാർട്ടിങ് ഫ്രം ഇതിനു മുന്നേ കുറേ തവണ നമ്മൾ മാളിലെല്ലാം വന്ന സമയത്ത് നൈക്കിൽ കയറി നിരങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു സാധനം പോലും വാങ്ങിയിട്ടില്ല. ബട്ട് ഇത്തവണ അത് ചേഞ്ച് ആവാൻ വേണ്ടി പോവാണ്. പക്ഷെ അതിനു മുന്നേ ഇല്ലേ, നിങ്ങളെ രണ്ടാളീ ഫോൺ എടുക്കുക, എന്നിട്ട് നൈക്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന് എത്ര പൈസ ആയിരിക്കും നിങ്ങൾ രണ്ടാളും ഗസ് ചെയ്യണം. നൈക്കല്ലേ എന്തായാലും ഒരു ചീപ്പസ്റ്റ് ഒരു 4000 ഞാൻ പറയുന്നത്. ചീപ്പസ്റ്റ് ആയി തോന്നുന്നത് സോക്സ് ഒക്കെ ഉണ്ടാവും. എന്തായാലും ഒരു 600 രൂപ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടില്. നമ്മളിന്ന് നൈക്കിലൂടെ ഇത്രയും ബ്രാൻഡ്സിൽ പോകുന്നുണ്ട്. എല്ലാ തവണ നമ്മൾ ഓരോ ബ്രാൻഡിൽ പോകുമ്പോഴും ഞാൻ നിങ്ങളോട് ഇതേപോലെ ഗസ് ചെയ്യാൻ പറയും. ആരാണോ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് ഗസ് ചെയ്യുന്നത് അവർക്കായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഗസ് ചെയ്യുന്നത് 200ന്റെ പുറത്താണെങ്കിൽ ആ സാധനം എനിക്ക് കിട്ടും. സോ ഗൈസ്, നമുക്ക് നോക്കാം നൈക്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് പ്രൊഡക്റ്റ് എന്തായിരിക്കും ഗൈസ്. എനിക്ക് തോന്നുന്നില്ല ഡ്രസ്സായിട്ടായിരിക്കും എന്നാണ്. പക്ഷെ അതാദ്യം നോക്കുന്നതിന് മുമ്പ് നമുക്ക് വല്ല ജേഴ്സി എല്ലാം നോക്കണ്ട. നമ്മളെ നാട്ടിലെല്ലാം ജേഴ്സിക്ക് 250 റുപ്യ, 4700. ഈ ടീഷർട്ട് നമ്മൾ ജേഴ്സി മാറി സാധാരണ ടീഷർട്സിൻ്റെ പ്രൈസ് നോക്കട്ടെ, 2700. ഗൈസ്, ഇതുവരെ നമ്മൾ കണ്ടതിൽ ഏറ്റവും ചീപ്പസ്റ്റ് സാധനം ഇതാട്ടാ, 1700. ഇതിലും ചീപ്പസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാ വിൽക്കാൻ നമ്മളെ ചീപ്പസ്റ്റ് സാധനം തപ്പിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വേണം അത് ഓൻ പറഞ്ഞതിന് ക്ലോസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് തപ്പുന്നത്. നമ്മൾ ഡ്രസ്സല്ലേ നോക്കിയിട്ടുള്ളൂ, ഷൂ എല്ലാം ഉണ്ട്, അതിലെല്ലാം പ്രൈസ് പറഞ്ഞ സാധനം ഉണ്ടാവും കേട്ടോ. അതെ, ഷൂസിലെല്ലാം പ്രൈസ് പറഞ്ഞ സാധനം ഉണ്ട്. പക്ഷെ തുടങ്ങുന്ന തന്നെ 5000 റുപ്പീസിലാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ചീപ്പസ്റ്റ് ഐറ്റത്തിനായിട്ടുള്ള പരിധിയിൽ ഊർജിതമാക്കി. ആ ഒരു നൈക്കി ഷോപ്പിലുള്ള ക്യാപ്പ്, സോക്സ്, ബോട്ടിൽ അങ്ങനെ എല്ലാം നമ്മൾ അരിച്ചു പെറുക്കി ഈ ഒരു ചീപ്പസ്റ്റ് ഐറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചത് സോക്സ് ആയിരിക്കും ഇവിടുത്തെ ഏറ്റവും ചീപ്പസ്റ്റ് ഐറ്റം. സോക്സിന് തന്നെ 1000 റുപ്പീസിന് മേലെയുണ്ട്. അങ്ങനെ ഷോപ്പിലുള്ള എല്ലാ പ്രൊഡക്റ്റിനെയും പ്രൈസ് ടാഗ് നോക്കി അവസാനം നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ഐറ്റം കിട്ടി. ഇതങ്ങനെ നമ്മളെ നൈക്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് ഐറ്റം വാങ്ങിയിട്ടുണ്ട്. സാധനം ദാ ഈ ഒരു കുപ്പിയാണ്. ദിസ് കോസ്റ്റ് 700 റുപ്പീസ്. നമ്മളിങ്ങനെ വെറുതെ പ്രൊഡക്ട്സ് വാങ്ങൽ മാത്രമല്ല കേട്ടോ, ഓരോ ബ്രാൻഡൊന്നും പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിന്റെ യൂസ്ഫുൾനെസ്സും അതിന്റെ സംഭവം എല്ലാം നോക്കിയിട്ട് ഈ 3 ടിയറിൽ ഏതിലെങ്കിലും ഒന്നിലിടുന്നതായിരിക്കും. സോ ഈ ഒരു നൈക്കിന്റെ സംഭവം സാധനം യൂസ്ഫുൾ ആണ്, ലേശം പൈസ കൂടുതലാണെങ്കിലും. അതുകൊണ്ട് ദിസ് ഗോസ് ടു കുഴപ്പമില്ല ടിയർ. ഇനിയിപ്പോൾ ഇതായിരിക്കാം കിട്ടണ്ടേ നോക്കണ്ടേ. ജേഴ്സിന്റെ കേസ് 4000, വിക്കിന്റെ കേസ് 600. സോ വിക്കിയാണ് ഗൈസ് ക്ലോസസ്റ്റ്. സോ നൈക്കിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് വിക്കിക്കാണ് കിട്ടിയത്. പക്ഷെ നീ പേടിക്കണ്ടടാ, ഇനിയും കുറെ സംഭവം ഉണ്ട്. നീ സന്തോഷിച്ചോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു ചീപ്പസ്റ്റ് ആയിട്ട് ഫുഡ് ബ്രാൻഡിന്റെ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ 3K ആയിട്ടുള്ളൂ. ഇതിപ്പോൾ നൈക്കിൽ പോയപ്പോൾ തന്നെ 700 റുപ്പീസ് ആയി ഗൈസ്. ഇനി നമുക്ക് 4 ബ്രാൻഡിൽ പോകാണ്ട്. സോ ഇഷ്ടം പോലെ പൈസ പെടുന്നതായിരിക്കും. ബട്ട് നോ പ്രോബ്ലം ഗൈസ്. ഇതേപോലെ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ US കമ്പനീസിന്റെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ത്രൂ ഇൻഡ് മണി. ഇൻ മണിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം വിത്തൗട്ട് എനി ചാർജ് ആൻഡ് സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ്. ഇൻഡ് മണീന്റെ വേറെ ഗ്രേറ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പീസ് ഡയറക്റ്റ് ആയിട്ട് US ഡോളേഴ്സ് ഇവിടെ തന്നെ മാറ്റാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് മെയ്ഡ് ഈസി. ആൻഡ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ കാട്ടിയും നല്ല പ്രോഫിറ്റ് US മാർക്കറ്റിനുണ്ട്. ഇൻഡ് മണിയിലൂടെ നിങ്ങൾക്ക് ആപ്പിൾ, നൈക്കി, നെറ്റ്ഫ്ലിക്സ് ഇതേപോലത്തെ കമ്പനീസിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. Nvidia, ഗൂഗിൾ, ടെസ്ല ഇതേപോലത്തെ കമ്പനീസിലെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ ഗ്രേറ്റ് റിട്ടേൺസ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. കറന്റ് സിറ്റുവേഷൻ വെച്ചിട്ട് US സ്റ്റോക്സ് എല്ലാം ലേശം കുറഞ്ഞു നിൽക്കുന്ന ടൈമാണ്. സോ ഇപ്പം ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് US മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മോർ ഓൺ ദ ലേറ്റർ ഗൈസ്. നമുക്ക് നെക്സ്റ്റ് ബ്രാൻഡിലേക്ക് പോവാം. ഇതാണ് നമ്മളെ അടുത്ത ബ്രാൻഡ് ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ വാശിയേറിയ പോരാട്ടം നടക്കാൻ വേണ്ടി പോകുന്നത്. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രാൻഡ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. സോ ബോയ്സ്, ഇറ്റ്സ് ടൈം ടു ഗെസ്. ഇതിന് മുന്നേ കിട്ടിയ ചാൻസ് ഞാൻ പോയി. പക്ഷെ അടുത്ത ന്യൂ ബാലൻസ് ഞാൻ പിടിക്കും. ന്യൂ ബാലൻസ് കുറച്ച് നല്ല ബ്രാൻഡ് ആയതുകൊണ്ട് ഞാൻ ഒരു 950 പറയാം. കണക്കൂട്ട് ശരിയാണെങ്കിൽ ഞാനൊരു 900 പറയുന്നുണ്ട്. കുറച്ചും കൂടി റേറ്റ് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഒരു രണ്ടുപേരും എന്തായാലും ഗസ് ചെയ്തതിന് രണ്ടാളെയും ഗസ് തെറ്റണേന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം എനിക്ക് ഇടുന്ന സാധനം വേണം. സോ ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് സീ ഇവിടുത്തെ ചീപ്പസ്റ്റ് ഐറ്റം എന്താണ്. ഇതിൻ്റെ പൈസ ഇത് ഓക്കെ, സൂപ്പർ. നിങ്ങൾ പറഞ്ഞ പ്രൈസ് ആലോചിച്ച് നോക്കണം കേട്ടോ. എന്തായാലും ഷൂ അല്ല ഇവിടുത്തെ ചീപ്പസ്റ്റ് എന്ന് മനസ്സിലായി. നമുക്ക് ടീഷർട്ട് വാങ്ങാം. പൈസ തൊപ്പിക്കല്ലോ. 3800 ആക്ച്വലി എനിക്ക് ഈ പൈസ പോലും വേണ്ട ഇൻഡ് മണിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. കാരണം ഇൻഡ് മണിയിൽ നിങ്ങൾക്ക് ഫ്രാക്ഷണൽ ഇൻവെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെ, ഈ ഒരു കമ്പനീൻ്റെ ഷെയർ എന്ന് പറയുന്നത് ഇത്രയും പൈസയാണ്. പക്ഷെ എനിക്ക് ആ ഒരു ഫുൾ ഷെയർ വാങ്ങാണ്ട് അതിൻ്റെ ചെറിയ പൈസ കൊടുത്തിട്ട് ആ ഷെയറിൻ്റെ ഒരു ഫ്രാക്ഷൻ മാത്രം വാങ്ങാൻ വേണ്ടി പറ്റും. ഈ ആപ്പിൻ്റെ ഇൻ്റർഫേസ് ആണെങ്കിലും ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്തിട്ട് ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇടക്കിടക്ക് ഓരോ സാധനം വാങ്ങാൻ പോകുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് US മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യാം. ETF, SIP എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വെറും 500 രൂപ
രൂപ മുതൽ. ഭയങ്കര സിമ്പിളാണ് അത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എല്ലാ കമ്പനിയും. ഇപ്പോൾ നിനക്ക് വേണ്ട കമ്പനി ഇവിടെ ഇല്ലെങ്കിൽ അത് സെർച്ച് ചെയ്തിട്ട് ആ ഒരു കമ്പനീൻ്റെ സ്റ്റോക്ക് നിനക്ക് ബൈ ചെയ്യോ സെല് ചെയ്യോ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആപ്പിളും ഗൂഗിളും മാത്രമേ ഉള്ളൂ എൻ്റെ ഈ സാംസങ് കമ്പനി? എന്തായാലും പറ്റും. ഇന്ത്യ മണിയിൽ നിനക്ക് ഗ്ലോബൽ ട്രേഡിംഗ് പറ്റും ETF-ലൂടെ. ഈ സാംസങ്, ഹുണ്ടായി, കിയ ഏതിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക ഗൈസ്. ഏത് കമ്പനിയും സ്റ്റോക്ക് വേണമെങ്കിലും ബൈയോ സെല്ലോ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത്രമായി ഗൈസ്. ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് അടുത്ത ചീപ്പസ്റ്റ് സാധനം തപ്പാം. ചീപ്പസ്റ്റ് ഐറ്റം തപ്പിയിട്ടാണ് ഞാനിവിടെ വന്നെങ്കിലും ഇവിടുത്തെ ഷൂസ് എല്ലാം കണ്ടിട്ട് അത് നോക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അത്രയ്ക്ക് അടിപൊളിയാണ്. ഏതെങ്കിലും ഒരു കാലത്ത് വാങ്ങുമായിരിക്കും. എന്തായാലും ചീപ്പസ്റ്റ് ആയിട്ട് ഈ ഒരു ഷൂസ് വാങ്ങാൻ വേണ്ടി പറ്റൂല. സോ നമ്മൾ നേരത്തെ നൈക്കിൽ പോയ പോലെ തന്നെ ഇവിടുത്തെ കുഞ്ഞു ഐറ്റംസിന്റെ പ്രൈസ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. എല്ലാ ക്യാപ്പും 1500 മേലെയാണ്. സോ അത് നമ്മൾ അവോയ്ഡ് ആക്കി വീണ്ടും കുറച്ചധികം പ്രോഡക്ട്സിന്റെ പ്രൈസ് എല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് ന്യൂ ബാലൻസിലെയും ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഐറ്റം കിട്ടി. നമ്മളങ്ങനെ ന്യൂ ബാലൻസിലെയും ഏറ്റവും ചീപ്പസ്റ്റ് ഐറ്റം വാങ്ങി. സംഭവം എന്തായാലും ഒരു സോക്സ് ആണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ 3 പേരുണ്ട്. അതിന് ന്യൂ ബാലൻസ് ആയതുകൊണ്ട് ക്വാളിറ്റിയിലും വലിയ സീനൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഓവർ പ്രൈസ്ഡ് ഒന്നും തോന്നുന്നില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇതിനെ കുഴപ്പമില്ല എൻ്റെ മേലെ കിട്ടുക. ആക്ച്വലി ഗൈസ് ഞാൻ സത്യം പറഞ്ഞാൽ ഹാപ്പി ആട്ടാ. വല്ല ഷൂ ആണെങ്കിൽ ഇവർക്ക് ആയിരിക്കും കിട്ടിയാൽ എനിക്ക് സങ്കടമായത്. ഇതിപ്പോൾ കുഴപ്പമില്ല, സോക്സ് അല്ലേ. എനിക്ക് ഷൂവേ ഇല്ല ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത് ഷൂകളായിരിക്കും കൊടുക്കുക. ഞങ്ങൾ വെറുതെ കൊടുക്കാൻ പറ്റില്ല, ഇവർ ഗസ് ചെയ്ത് നോക്കിയിട്ട് കൊടുക്കണ്ടേ. ആക്ച്വലി രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ഗസ് ചെയ്തത്. ഈ സാധനത്തിന് 800 റുപ്പീസാണ്. ജെർസൺ ഗസ് ചെയ്തത് 950. വിക്കി ഗസ് ചെയ്തത് 900. സോ വീണ്ടും വിക്കി കിട്ടിയിരിക്കുകയാണ് അടുത്ത പ്രൊഡക്റ്റ്. വിഷമമൊന്നുമില്ല, ഇനിയും പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. അടുത്ത ന്യൂ ബാലൻസ് പോലെ അല്ല കേട്ടോ, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമായിരിക്കും എനിക്ക് തോന്നുന്നത്. അതിലെങ്കിലും നീ മര്യാദക്ക് ഗസ് ചെയ്യോ കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും ഗസ് ചെയ്യണ്ട. എനിക്ക് കിട്ടിക്കോട്ടെ, എനിക്ക് ഇതുവരെയൊന്നും കിട്ടിയില്ല. അത് നമ്മളെ നെക്സ്റ്റ് ബ്രാൻഡാണ് കാസിയോ. ആക്ച്വലി എനിക്ക് വാച്ചിന്റെ കാര്യത്തിലൊന്നും വലിയ ഐഡിയ ഇല്ല, പക്ഷേ അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. അതുകൊണ്ട് മോശമില്ലാത്ത പ്രൈസ് ഉണ്ടാവും അറിയാം. ഇവിടെ ചീപ്പസ്റ്റ് പ്രൈസിന് ഒരു 5K മേലെ 4 എന്നാണ് എൻ്റെ പ്രാർത്ഥന ഗൈസ്. ഇനി എന്തായാലും ഇവരെ ഗസ് ചെയ്യിപ്പിക്കാം നമുക്ക്. ഇവർ രണ്ടുപേരും ഗസ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഞാൻ നിങ്ങളെയും കേൾപ്പിച്ചിട്ടില്ല, ഇവർ രണ്ടുപേരും ഗസ്. അത് നമുക്ക് ലേശം ഒരു സീക്രട്ട് ആക്കി വെക്കാം. എന്നാലും ഗസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇവിടുത്തെ ചീപ്പസ്റ്റ് ഐറ്റം നമുക്ക് നോക്കാം. കാസിയോയിൽ കയറി ചെന്നപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഏറ്റവും ചീപ്പസ്റ്റ് ഐറ്റം ആണ് വാങ്ങുന്നതെങ്കിലും ഇന്ന് നമ്മൾ വാങ്ങിയതിൽ വെച്ചിട്ട് മോസ്റ്റ് എക്സ്പെൻസീവ് ഐറ്റം ഇവിടുത്തെ ആയിരിക്കും. വാച്ചിനെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കുമെന്ന് എനിക്കറിയില്ലെങ്കിലും എല്ലാം നല്ല കിടിലം വാച്ച് ഗൈസ്. ഇതിൽ ഏതെങ്കിലും ഒന്നും ഒരു കാലത്ത് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഒന്നിന്റെ പ്രൈസ് നോക്കിയതാണ് ഗൈസ്. അപ്പത്തേക്കും എന്റെ ആ ഒരു ആഗ്രഹം അങ്ങ് പോയി. ഈ സാധനമില്ലേ, അത് മൊബൈൽസിന്റെ 6000. ഇതിന്റെ പ്രൈസ് കേട്ടിട്ട് ഞാൻ ശരിക്കും വിജൃംഭിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഇതിലും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഐറ്റം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാ വാച്ചസും ആ ഏട്ടനെ കൊണ്ടെടുപ്പിച്ച് അതിന്റെ പ്രൈസ് എല്ലാം നമ്മൾ നോക്കി ഏറ്റവും കുറഞ്ഞ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരോ വാച്ച് ആയിട്ട് എടുപ്പിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ആ ഏട്ടൻ പിടിച്ച് കുത്തുന്നു. പക്ഷെ ഒരു 10-20 വാച്ചിന്റെ പ്രൈസ് എല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഫൈനലി കാസിയോയിൽ ഏറ്റവും ചീപ്പസ്റ്റ് സാധനം കിട്ടി. നമ്മളെ കാസിയോയിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. ഇതിന് പ്രൈസ് 1900 റുപ്പീസ് ആണ്. വാച്ച് അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ്. സോ അതുകൊണ്ട് വി വിൽ പ്ലേസ് ഇറ്റ് അറ്റ് അടിപൊളി ലെവൽ ഗൈസ്. ഇനിയിപ്പോ ഈ അടിപൊളി ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഇവരിൽ ആയിരിക്കാൻ കിട്ടുന്നേ നോക്കട്ടെ. ഇതിന്റെ പ്രൈസ് 1900 ആണ്. വിക്കി ഗസ് ചെയ്തത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് 2100 ആണ്. ഇതിലെങ്കിലും ജയിക്കണോ? ഒരു 3000. ഫുട്ടോസ് ഗസ് ചെയ്തത് 3000. സോ വീണ്ടും വിക്കി കിട്ടിയിരിക്കുകയാണ് കാസിയോ. കാഷിയൊക്കെ ഒന്നും വിലയില്ലേ, ഇതിൽ വലിയ ബ്രാൻഡല്ലേ. നിങ്ങൾ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഉറുപ്പ്യ ഇവൻ കൂടുതൽ പറഞ്ഞെങ്കിൽ ആ വാച്ച് എനിക്ക് കിട്ടിയേനെ. ഇതിപ്പോ എനിക്കൊരു കുന്തവും കിട്ടുന്നില്ല, ഇവർക്ക് മാത്രം ഞാൻ വാങ്ങിക്കൊടുക്കുന്ന പോലെ ഉണ്ട്. നിനക്ക് ചാൻസ് കിട്ടിയിട്ട് നീ വാങ്ങാത്തേ. നീ അത് എൻ്റെ ഇതല്ല ഗൈസ്. ഇനി ലാസ്റ്റ് ഒറ്റൊരു ബ്രാൻഡ് ഉണ്ട്, അത് ചിലപ്പോൾ ഇതിലും എക്സ്പെൻസീവ് ആയിരിക്കും. ഇവിടെ അത് എക്സ്പെൻസീവ് ആണെങ്കിൽ അല്ലെങ്കിൽ അത് എടുക്കാൻ നോക്കണം പ്ലീസ്. അല്ലെങ്കിൽ ഇവർ വിചാരിക്കും ഇത് സ്ക്രിപ്റ്റഡ് ആണ്. ആർക്കും കിട്ടിയില്ലെങ്കിൽ എനിക്കും കിട്ടണത്. സോ ഗൈസ് അങ്ങനെ നമ്മള് ഫൈനൽ ബ്രാൻഡിൽ എത്തിയിട്ടുണ്ട്. ആപ്പിൾ. ആക്ച്വലി ആപ്പിൾ അല്ല ഗൈസ്, ആപ്പിളിന്റെ ഒഫീഷ്യൽ ഷോറൂം ഉള്ളത് മുംബൈയിലാണ്. നമുക്ക് അവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവരുടെ പ്രീമിയം സെല്ലറായ ഇമാജിൽ വന്നിട്ടുണ്ട്. ഇതൊരാൾ ബ്രാൻഡ്സ് നല്ല ചീപ്പസ്റ്റ് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമുക്ക് ഇതാ എത്ര എമൗണ്ട് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് എത്ര പൈസ ആവുന്ന എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഗസ് എത്ര പൈസ ആവുന്നു. ഇതെന്റെ അവസാനത്തെ കളിയാണ്. ഞാൻ ഇതിലെ ഒരു 600 പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ 600 എന്തെങ്കിലും എല്ലാം കാണും. ഇതും കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഗസ് ഒന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. ഒരു 800 ആണ് ഞാൻ ഗസ് ചെയ്യുന്നത്. മൊബൈൽ കവറൊക്കെ ഉണ്ടാവുന്നല്ലേ, ഒരു 800 രൂപ ഒരു ഇതിലുണ്ടാവും. നോക്കാം നമുക്ക്. മിക്ക പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഫോൺ കവറൊക്കെ തപ്പിയിട്ടാണ് നമ്മൾ ഇവിടെ കയറിയത്. പക്ഷേ ഫ്രണ്ട് തന്നെ കിടിലും പോലത്തെ ഐപാഡും കാര്യങ്ങളെല്ലാം അത് കണ്ടാൽ പിന്നെ തൊടാണ്ടിരിക്കാൻ പറ്റുമോ ഗൈസ്?
എന്താക്കുന്നു ഇനി വേണ്ട റിസ്ക് എടുക്കണ്ട ശരിയാ, 1,00,000 ഉറുപ്പ്യണ്ട്. ഇത് റിസ്ക് ആണ്, പക്ഷെ ഇന്ത്യ മണിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീരെ റിസ്ക് ഇല്ലാത്തൊരു പരിപാടിയാണ്. കാരണം ഇന്ത്യ മണി നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള US മാർക്കറ്റ് പോർട്ട്ഫോളിയോ ബ്രേക്ക് ഡൗൺ വരും. ഈസി ആയിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പെർഫോമൻസ് അനലിറ്റിക്സും ഇൻവെസ്റ്റർ സെന്റിമെന്റ്സും ഇന്ത്യ മണി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇന്ത്യ മണി സെബിന്റെയും IFSCന്റെയും റെഗുലേറ്റഡ് ഫ്രെയിംവർക്കിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് എന്ന് പറയുന്ന സംഭവമില്ല, എല്ലാം കംപ്ലീറ്റ്ലി സേഫ് ആണ്. നിങ്ങൾക്ക് ഇന്ത്യ മണിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് SIPC പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ റിസ്ക് ഫ്രീ ആണ് ഗൈസ്. ഇന്ത്യ മണി US ഡിവിഡൻഡ് കാലണ്ടർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ US കമ്പനീസ് എപ്പോഴാണ് ഡിവിഡൻഡ് തരാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ടാക്സ് ഫയലിംഗ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിലൂടെ കിട്ടും. ആൻഡ് ഇതിന്റെ എല്ലാത്തിനും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഇന്ത്യൻ മാർക്കറ്റിന്റെ SIP മ്യൂച്വൽ ഫണ്ട് എല്ലാം ഒറ്റ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ടോട്ടൽ വർത്തിന്റെ ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാവും. സോ നിങ്ങൾക്ക് US മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്ലോബൽ പോർട്ട്ഫോളിയോ ഒരു സിംഗിൾ ഡാഷ്ബോർഡിൽ മാനേജ് ചെയ്യണമെങ്കിൽ ഇന്ത്യ മണിയാണ് ബെസ്റ്റ് ഓപ്ഷൻ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്തോ. ഇതെല്ലാം എന്താന്ന് എനിക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ട് വാച്ചിന്റെ സാധനം തോന്നട്ടോ. ഇതിന്റെ പൈസ ഒന്നും കാണുന്നില്ലല്ലോ. ഇതിൽ ആപ്പിളിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് എല്ലാം ഉണ്ട്. ഇതെന്താ സാധനം? ലൈറ്റാ? ഓ, ഇതെന്തായാലും ചീപ്പസ്റ്റ് 28 ഉറുപ്പിക ഉണ്ടായിരുന്നു. ഇല്ലല്ല, അവിടെ ഫോൺ കവറെല്ലാം കാണുന്നുണ്ട്. എന്റെ പ്രതീക്ഷ അതാ, ദൈവമേ ഒരു 5000 കൂടുതലൊന്നും ആവല്ലേ ഇതിന്. ആക്ച്വലി ഇവിടെ കുറെ ഐപാഡിന്റെ കവറും ഐഫോണിന്റെ കവറും അതെല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഏറ്റവും ചീപ്പസ്റ്റ്. പക്ഷേ ഇതിന്റെ പ്രൈസ് നോക്കാനാണെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ദൈവമേ, ഈ കവറായിരിക്കല്ലേ ചീപ്പസ്റ്റ്. 8500 ഉറുപ്പിക ഉണ്ട് അതിന്. 4000 ആ ലോക്കലുണ്ട്, ലോക്കൽ നോക്കാം ഗൈസ്. ആകെ അതിന് 1300 ഉള്ളു. ദൈവമേ, അതായ മയ്യനും. ഇത് ചീപ്പസ്റ്റ് ആയിരിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിതാ ഈ ഒരു വാച്ചില്ല, ഞാൻ എത്രയായെന്നറിയാം ഇത് ആഗ്രഹിക്കുന്നത്. ഇത് വേണമെന്ന് ഇതാണ് ചീപ്പസ്റ്റ് എങ്കിൽ ഇത് വാങ്ങിയത്. പക്ഷേ എത്രയാണ് പൈസ? എന്തായാലും നല്ല പൈസ ഉണ്ട്, എപ്പോഴേക്കും വാങ്ങാൻ പറ്റുമായിരിക്കും. കിട്ടി, ചീപ്പസ്റ്റ് സാധനം കിട്ടി ഗൈസ്. ഇയർപോഡ്സ് USB-C 200 ഉറുപ്പ്യ. ഇതാടാ 200 200 അല്ലേ? 2000. ആ സോറി ഗൈസ്, ഒരു പൂജ്യം കണ്ടില്ല. 2000. പക്ഷേ ഞാൻ വെറുതെ ആഗ്രഹിച്ചു പോയി ഒന്ന്. അങ്ങനെ നമ്മൾ ഇവിടെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് USB-C to ഹെഡ്ഫോൺ ജാക്ക്. കാര്യമുണ്ടോന്ന് വെച്ചാൽ കാര്യമില്ല, എന്തായാലും എൻ്റെ ഫോണിൽ ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. സോ ആപ്പിളിൽ നിന്ന് ഞാൻ വലിയ എന്തെല്ലോ പ്രതീക്ഷിച്ചു, പക്ഷേ നന്നായി ഗൈസ് വലിയൊന്നും കിട്ടാത്തത്. കാരണം ഈ ഒരു സാധനത്തിന് 900 rupees ആയി. വലിയ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പണി വാളിയാനെ. അങ്ങനെ ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല, ഇവരാരും ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല. സോ വി ആർ ഗോണ പ്ലേസ് ഇറ്റ് ഇൻ ദ ലോവസ്റ്റ് ടയർ. ഈ ലോവസ്റ്റ് ടയറിലെ ഈ ഒരു സാധനം ഇവരിൽ ആർക്കാ കിട്ടാൻ നോക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് വിക്കി ഗസ് ചെയ്ത പ്രൈസ് നീ തന്നെ പറഞ്ഞോ? 800. നീ വീണ്ടും കിട്ടിയിരിക്കുകയാണ്. ഉപയോഗമൊന്നുമില്ല. എന്റെ മറ്റേ ലൈറ്റ്നിങ് ചാർജറാ. ഇപ്പോൾ സി ടൈപ്പ് ഇടാൻ ഞാൻ അധികം മാർഷലിന് കൊടുക്കേണ്ടത്. അല്ലേ വേണ്ട, ഫോൺ മാറ്റിയാ മതി, സീരിയല്ലോ. വേഗം കയറിയിട്ട് ഒരു 60 തന്നെ എടുത്തോളൂ അങ്ങോട്ട്.